CPM എന്ന പാർട്ടി ഇന്ത്യയിലെ 2-3 സംസ്ഥാനങ്ങളിൽ കൈയടക്കി വാണു. പിന്നീട് അതെല്ലാം ചുരുങ്ങി കേരളത്തിലേക്ക് വന്നു. കേരളത്തിൽ പ്രബലമായ കക്ഷിയായിരുന്നത്. അതുപോലെ കോൺഗ്രസ് ഒരിക്കൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഉള്ളൊരു മുദ്രാവാക്യം എന്ന് വെച്ചാൽ കോൺഗ്രസ് ഭരിക്കാനുള്ളതാണ്, നിങ്ങൾ ഭരിക്കപ്പെടാനുള്ളതാണ്. അന്ന് ആരോ പറഞ്ഞൊരു മുദ്രാവാക്യം, അതിങ്ങനെ ഏറ്റു പറഞ്ഞിരുന്നു. എന്നാൽ CPM എന്ന സംഘടന ഇന്ന് കേരളത്തിൽ തന്നെ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഭാവിയിൽ CPMൻ്റെ നില എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ കോൺഗ്രസും പഴയ ആ പ്രതാപത്തിൽ നിന്നും താഴോട്ട് വന്നു. എൻ്റെ ചോദ്യം, CPMൻ്റെ കേരളത്തിലെ ഭാവി എന്ത്, കോൺഗ്രസിൻ്റെ ഭാവി എന്ത്? അത് സ്വന്തം വിലയിരുത്തലാണ് എനിക്ക് കേൾക്കേണ്ടത്. എനിക്കതിനകത്ത് ചോദിക്കാനുള്ള മറുചോദ്യം ജനങ്ങളുടെ ഭാവി എന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ CPMൻ്റെ ഭാവി എന്താണെന്നോ, കോൺഗ്രസിൻ്റെ ഭാവി എന്താണെന്നോ, BJPയുടെ ഭാവി എന്താണെന്നോ, മറ്റിനി ഏത് പാർട്ടിയുടെ ഭാവി എന്താണെന്നോ ഉള്ള ചോദ്യത്തിനല്ല പ്രസക്തി. ജനങ്ങളുടെ ഭാവി എന്താണ് എന്നുള്ള ചോദ്യം മാത്രമേ അടിസ്ഥാനപരമായി നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ജനങ്ങളുടെ ആ ഒരു ആവശ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറണം. ഒരു സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ, നമ്മൾ ഒരു രാജഭരണകാലത്ത് നിന്നും വന്നതാണ്. അപ്പോൾ ആ കാലത്തിൽ നമ്മൾ പ്രതിഷേധങ്ങളൊക്കെയും ഓരോ സാധാരണക്കാരൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് ഉള്ളിലുണ്ടായിരുന്നു വെച്ചാൽ അങ്ങനെ ശീലമില്ലായിരുന്നു. സ്വയം നമ്മളൊക്കെയും അടിമപ്പെട്ട്, അല്ലെങ്കിൽ ഒരു രാജാവുണ്ട്, ആ രാജാവിനോട് ആരാധനയും ഭക്തിയും സ്നേഹവും തോന്നണം. അതിനപ്പുറത്തേക്ക് നമ്മൾ അടിമപ്പെടുന്നു എന്ന് തോന്നിയാലോ? അടിമയാണ് നമ്മളെന്ന് തോന്നിപ്പിക്കുന്ന ഒരു രാജാവല്ല. അപ്പോൾ ആ ജനകീയത ഇതിനു മുൻപുള്ള രാജഭരണകാലത്തെ ചില രാജാക്കന്മാരെ പോലും നമ്മളിപ്പോഴും ഓർക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളത് അവർ എടുത്തിട്ടുള്ള ചില നിലപാടുകൾ കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുവാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാധിക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി തന്നെ നോക്കിയാൽ, കേരള ഹിസ്റ്ററി തന്നെ നോക്കിയാലും, ഒരു വലിയ രാജകീയമായ പ്രൗഢിയുള്ള ഒരു ആൾക്കാർ രാജഭരണത്തിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ രാജഭരണം കൊടുക്കേണ്ടി വന്നു. നമ്മൾ പറയുന്ന ഫർമാൻ എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടതുകൊണ്ട് മാത്രം ഒരു കച്ചവടം ചെയ്യാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നമ്മൾ കൊടുത്ത ഒരു അനുവാദത്തിന്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ഈ നാട്ടിലെ അധികാരമാണ് എന്നതിന്റെ ഭരണകൂടം മനസ്സിലാക്കിയില്ല. ഡൽഹി സുൽത്താനേറ്റ്സ് ഇത് മനസ്സിലാക്കിയില്ല. അപ്പോൾ അവർക്ക് അന്ന് പറ്റിയൊരു വീഴ്ചയാണ് ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷ് ഭരണാധികാരികൾ കച്ചവടത്തിനായിട്ട് വന്നവർ പിന്നീട് കടന്നു കയറുന്നവരായിട്ട് പരിണമിക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ കടന്നു കയറി അവരെ തുരത്താൻ വേണ്ടിയിട്ട് പിന്നെ പല നാട്ടുരാജാക്കന്മാരായിട്ട് എല്ലാവരും നിന്നു. ആ നാട്ടുരാജാക്കന്മാർ തമ്മിലൊരു ഐക്യമില്ലാതെ വരുന്നു, യുദ്ധങ്ങളാകുന്നു, തങ്ങളുടെ ചക്രവർത്തി പദങ്ങൾ സംരക്ഷിക്കാനുള്ള നെട്ടോട്ടമാകുന്നു, ഈ പറഞ്ഞ ഏരിയ വർദ്ധിപ്പിക്കാനുള്ള നെട്ടോട്ടങ്ങളാകുന്നു. അങ്ങനെയുള്ള യുദ്ധങ്ങളുടെ യുദ്ധങ്ങളുടെ നീണ്ട കാലഘട്ടം നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നു. രാജഭരണം എന്ന് വെച്ചാൽ യുദ്ധമാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയി. അപ്പോൾ അവിടെയെല്ലാം പിന്നീട് അവർക്ക് മനസ്സിലായി, സൈഡിൽ കൂടെ എൻറ്റർ ചെയ്ത ബ്രിട്ടീഷ് എന്ത് ചെയ്തു ഇന്ത്യയിൽ നിന്ന് പിന്നീട് സ്വയം ഇല്ലാതാകുന്നത്, ആ ചിതൽ തിന്നുന്നത് പോലെ ചിതലിച്ച് ദ്രവിച്ചു വീഴുന്ന രാജഭരണ കേന്ദ്രങ്ങളെല്ലാം തന്നെ അവർ ദയനീയമായി നോക്കി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. അങ്ങനെ ഒടുവിൽ തങ്ങളുടെ നാട്ടുരാജാക്കന്മാർ ഇനി എത്ര ആഠ്യത്വം കൊണ്ടിരുന്നിട്ടും കാര്യമില്ല, നമുക്കിനി ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ഒരു ഐക്യപ്പെടലിന്റെ ആവശ്യകത ഉണ്ടാവുകയും മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഐക്യപ്പെടലിന്റെ ആവശ്യം ഉണ്ടാവുകയും അങ്ങനെ നമ്മളൊരു ജനാധിപത്യം എന്നൊരു ചിന്തയിലേക്കും ഇവിടെ ഉണ്ടാവണം ഒരു രാജ്യം. എന്തുകൊണ്ട് മറ്റു ചില ചെറിയ രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അലമുറയിടുമ്പോൾ അതിൽ വിജയം കാണുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് സാധിച്ചുകൂടാ എന്ന് ചിന്തിച്ച ഒരു യുവ തലമുറ ഉണ്ടായിരുന്ന ഒരു കാലത്ത് അങ്ങനെയുള്ളവരെല്ലാം കൂടി ചേർന്നിരുന്ന് ആലോചിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്ന് അതിന് വിട്ടുനിന്നതിന്റെ ചരിത്രമൊക്കെ നമ്മുടെ കേരളത്തിൽ കുറച്ചൊക്കെ ഉണ്ട്. അതിനെയൊക്കെ മാറി ഒടുവിൽ നമ്മൾ അതിജീവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ മാറ്റപ്പെട്ടത്? ആ വലിയ തലക്കനമുള്ള രാജാക്കന്മാരിൽ നിന്നും ജനങ്ങളിലേക്ക് എത്തപ്പെട്ടു. അപ്പോൾ തലക്കനമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയാണോ നമുക്ക് വേണ്ടേ? നമ്മൾ ആ തലക്കനത്തെയാണ് ഇല്ലാതാക്കിയത്. അപ്പോൾ അവിടെ അങ്ങനല്ല. അവിടെ ഞാൻ ഈ വിദേശ രാജ്യങ്ങളെ കുറിച്ച് പറഞ്ഞ എല്ലാ വിദേശ രാജ്യങ്ങളെയും കുറിച്ചല്ല. നമ്മളിപ്പോൾ ഇന്ത്യൻ ഭരണഘടന തന്നെ എത്രയോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും മഹത്തരമായ ആശയം. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയായിട്ട് നമ്മൾ എഴുതപ്പെട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മാറുമ്പോൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരുപാട് ആശയങ്ങൾ നമ്മൾ കടമെടുത്തതാണ്. അതായത് ലോകത്തിൽ മൂല്യവത്തായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കുക. നല്ല രുചിയുള്ള, നല്ല കണ്ടന്റായിട്ടുള്ള, നല്ല ഹെൽത്തിയുള്ള ആഹാരങ്ങൾ നമ്മളുടെ ആഹാരമായി സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ വെൽബീങ്ങിനായിട്ട് നമ്മളുടെ ഡ്രസ്സിങ്ങിനും എല്ലാം നമ്മൾ നല്ലതിനെ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ, നമ്മളായിട്ടൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തതല്ല ഇതൊന്നും. അപ്പോൾ അത്തരത്തിൽ നന്മയെ സ്വീകരിച്ചുകൊണ്ടുണ്ടാക്കിയ ബൃഹത്തായിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെയാണ് പറയുന്നത് വിദേശ രാജ്യങ്ങളെല്ലാമല്ല, ചില വിദേശ രാജ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ പറയുന്ന ജനപ്രതിനിധികൾ എന്ന് പറയുന്നവർ മറ്റു തൊഴിലുകൾ ചെയ്യുന്നവരാണ്, നന്നായിട്ട് സാലറി ലഭിക്കുന്നവരാണ്, അവർക്ക് അഴിമതിയുടെ ആവശ്യമില്ല. ഇവിടെ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അതുപോലെ ജനപ്രതിനിധികൾക്ക്
അതുപോലെ ഹോസ്പിറ്റൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഇവർക്കൊക്കെ ആതുര സേവന രംഗത്തുള്ളവർക്ക്, ആശാ വർക്കർമാർക്ക്, ഇവർക്കെല്ലാവർക്കും നല്ല രീതിയിൽ ഓണറേറിയം കൊടുക്കുകയും സാലറി കൊടുക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ കറപ്ഷനെ നമുക്കൊരു വലിയ രീതിയിൽ മാറ്റി നിർത്താൻ സാധിക്കുള്ളൂ. അപ്പോഴെന്ത് പറ്റും? നാട്ടിന് ജനത്തിന് വികസനത്തിനായിട്ട് വെക്കുന്ന പ്രോജക്റ്റുകളുടെ എല്ലാം ഫണ്ടുകൾ അതേപോലെ വികസനത്തിലേക്ക് മാറ്റപ്പെടുന്നതും അതെല്ലാം കൃത്യമായി ഉപയോഗിക്കപ്പെടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അഴിമതി എന്ന് ഞാൻ പറയുന്നത് ഒരിക്കലും എല്ലാ സെക്ടറിലും എല്ലാ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ എല്ലാ ആതുര സേവന രംഗത്തുള്ളവരോ പോലീസുകാരോ എല്ലാവരും അഴിമതിക്കാരാണെന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലേ ഞാൻ സംസാരിക്കില്ല. ബിക്കോസ് എനിക്കിതിനകത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് വ്യക്തമായ ബോധ്യമുണ്ട് അങ്ങനെയല്ല, ബഹുഭൂരിപക്ഷവും അങ്ങനെയല്ല, ചിലർ മാത്രമാണ് അങ്ങനെയുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ട് ഒരു നാടിനെ നമ്മൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വിദേശ രാജ്യങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ഡ്യൂട്ടി എന്താണ്? ആ നാട്ടിലെ വികസനത്തിന് വേണ്ടി ഒരു മീഡിയേറ്ററായി ഫംഗ്ഷൻ ചെയ്യുക, വോയിസ് ഉള്ള അധികാരമുള്ള ഒരു മീഡിയേറ്റർ. അല്ലാതെ വി ആർ നോട്ട് ദ റൂളേഴ്സ്, വി ആർ നോട്ട് ദ കിങ്സ്. അപ്പൊ ആ സംവിധാനത്തിലൂടെ ഒരു നാടിന്റെ വികസനത്തിനെ നയിക്കാൻ ജനപ്രതിനിധികൾക്ക് സാധിക്കണം. അപ്പൊ നമ്മൾ ഭാവി എന്താണെന്ന് ആലോചിക്കുമ്പോൾ ഈ തലക്കനത്തിന്റെ ഏജിൽ നിന്ന് ഇറങ്ങി വന്ന് സമതലത്തിലൂടെ ഒഴുകാൻ സാധിക്കുകയും അതിന്റെ ആ ഒഴുക്കിന്റെ ഗതി നിയന്ത്രിക്കാൻ സാധിക്കണം, തരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിൽ എനിക്ക് നിലവിലത്തെ സാഹചര്യം നോക്കുമ്പോൾ ഉറപ്പായിട്ടും അനുഭവിച്ചു വന്ന ഒരു പ്രസ്ഥാനത്തിലെ എല്ലാ നേതാക്കന്മാരും മോശമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ എൻ്റെ പാർട്ടിയിൽ ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഒരുപാട് ഇടങ്ങളിൽ ഞാൻ അങ്ങനെ സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടും ഒരു നിവർത്തിയും ഇല്ലാതെ വന്നതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ജനാധിപത്യപരമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, ആ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നു, ചർച്ചകൾ ചെയ്യുന്നു. ആ വലിയൊരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് തന്നെ എത്ര നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ആരെങ്കിലും പരസ്യമായി പറയുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകൾ പറയുന്നു ഉള്ളത് കൊണ്ട് അവിടെ അത് അവസാനിക്കുകയാണെന്ന് ഓർക്കണം. അവിടെ അത് അവസാനിച്ചു. അല്ലാതെ ഉള്ളിൽ വെച്ച് സൂക്ഷിച്ച് ഒരു സംഘടിതമായ ഒരു സിൻഡിക്കേറ്റായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഇടതുപക്ഷ സംവിധാനം തന്നെ ഒരു സിൻഡിക്കേറ്റ് സംവിധാനമായി മാറും. അതിനകത്തൊരു മാഫിയ സംവിധാനത്തെ വളർത്തിയെടുക്കുക, അതിന് എതിർശബ്ദം ഉയർത്തുന്ന, സത്യത്തിന് വേണ്ടി വാദിക്കുന്ന, എതിർശബ്ദം ഉയർത്തുന്ന, അഴിമതിക്കെതിരെ ശബ്ദിക്കുന്ന ഒരാളെ ആ പ്രസ്ഥാനത്തിന് ഉള്ളിൽ നിൽക്കുമ്പോൾ ടോർച്ചർ ചെയ്യും, പുറത്തിറങ്ങിയാൽ ടോർച്ചർ ചെയ്യും, പിന്നാലെ നടന്ന് ടോർച്ചർ ചെയ്യും, ഇല്ലാതാവുന്നത് വരെ ഞങ്ങൾ പിന്നാലെ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം അവിടെയുണ്ട്. അത്തരത്തിലൊരു പ്രവർത്തനമായി മുന്നോട്ട് കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും അതിന് അധിക നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. അവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വ്യത്യസ്തമാകുന്നതും. അത് ഞാൻ സ്വീകരിച്ച ഒരു പാർട്ടി എൻ്റെ പാർട്ടി എന്നുള്ളത് കൊണ്ട് പറയുന്ന വെറും വാക്കല്ല, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു ഉറപ്പായിട്ടും ഇന്ത്യയുടെ ജനാധിപത്യ ബോധ്യത്തെ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ശബ്ദം പ്രതിപക്ഷ നേതാവ് പ്രോട്ടോകോൾ അനുസരിച്ച് 7ാം സ്ഥാനത്തുള്ള ആളാണ്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മുൻ പ്രധാനമന്ത്രിമാരുടെ ഈക്വൽ പ്രോട്ടോകോൾ, അതായത് ലോക്സഭയിൽ ആദ്യം സംസാരിക്കാൻ അവകാശമുള്ളയാൾ. അദ്ദേഹത്തിന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ പറയുന്ന മറുപടി എല്ലാവർക്കും സംസാരിക്കണം, അപ്പോൾ താങ്കൾക്ക് മാത്രം സമയം തരാൻ പറ്റില്ല. ഇഫ് നോട്ട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ദെൻ ഹു എൽസ്? അദ്ദേഹമല്ലേ എൻറ്റയർ പ്രതിപക്ഷത്തിന്റെ ശബ്ദമാകാനുള്ള ഒരേ ഒരാൾ. ഒരു ശബ്ദം മതി, ഒരാൾക്കും കൊടുക്കണ്ട, അദ്ദേഹം പറഞ്ഞോളും പറയാനുള്ളതെല്ലാം. അവിടെയും അദ്ദേഹമാണ് പറയേണ്ട ഒരേ ഒരാൾ. അപ്പൊ അതിനനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ആ ജനാധിപത്യത്തെ അങ്ങ് ഇരുട്ടിലേക്ക് നയിക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും അവിടെ ശ്രദ്ധിച്ചു നോക്കൂ, അതാണ് ഗാന്ധിയൻ തത്വങ്ങളുടെ ഒരു പ്രത്യേകത. എത്ര ശാന്തമായിട്ടാണ് പ്രതിഷേധിക്കുന്നത്. ആ പ്രതിഷേധ ശബ്ദങ്ങൾ എത്ര ഓതന്റിക് ആയിട്ടാണ്. ശാന്തമായി പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് രാഷ്ട്രീയം ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. അവിടെ ആക്രോശങ്ങളില്ല, അവിടെ ഈ പറഞ്ഞ സ്പീക്കറുടെ ടേബിളിലേക്കോ അവരുടെ ചേംബറിലേക്കോ കടന്നുകയറ്റമില്ല, അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങളുമില്ല. ഏറ്റവും ശാന്തമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജനാധിപത്യം പറഞ്ഞുകൊണ്ട് നിൽക്കുക. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം അങ്ങനെയാണ്. വിമർശനങ്ങളിൽ പോലും പ്രേയേഴ്സ് ആൻഡ് പെറ്റീഷൻസ് എന്ന് പറയുമ്പോൾ നൗ ദർ ഇസ് നോ പ്രേയേഴ്സ്, ഓൺലി ജസ്റ്റ് പെറ്റീഷൻസ്. ആ പെറ്റീഷൻസിനപ്പുറത്തേക്ക് അവിടെ സ്ട്രോങ് ആണ്, അവിടെ ജനാധിപത്യമുണ്ട്, ഡെമോക്രസി നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞു. ബ്രിട്ടീഷുകാരുടെ മുമ്പിലെടുത്ത ആ ഒരു വിമർശനാത്മകമായ വാചകങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വാക്ക് തന്നെ എടുത്തത്. ചരിത്രം അങ്ങനെ ചിലയിടത്തെങ്കിലും രേഖപ്പെടുത്തുമ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള പ്രവർത്തനങ്ങളിൽ, പ്രതിപക്ഷത്തിനുള്ള പ്രവർത്തനങ്ങളിൽ പോലും എടുക്കുന്ന നിലപാടുകൾ, അതിന്റെ ശക്തി, ആ ഒരു മാസിനെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഓരോ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടാനുള്ള കരുത്ത്, ഇതെല്ലാം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ ഭാവി എന്നുള്ളത് ഉറപ്പാക്കുന്നത് തന്നെയാണ്. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് മിന്നുന്ന വിജയം നേടാനായത് യുവാക്കളെ, താങ്കളടക്കമുള്ള യുവാക്കളെ രംഗത്തിറക്കിയത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. എന്നാൽ പടിവാതിലിൽ എത്തി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രായാധിക്യവും പലതവണ അധികാര കസേരയിൽ ഇരുന്നവരും വീണ്ടും മത്സരിക്കുമെന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? രാഷ്ട്രീയത്തിൽ ഒരു റിട്ടയർമെന്റ് വേണോ വേണ്ടയോ? നമ്മൾ ഒരു വ്യക്തിയുടെ കഴിവിനെ, ചിന്താശേഷിയെ, അഭിപ്രായത്തെ, അവരുടെ ആർജവത്തെ പ്രായം കൊണ്ട് അളക്കാൻ സാധിക്കും? ഇല്ല. പ്രായം 50 കഴിഞ്ഞ
എത്രയോ നേതാക്കന്മാർ, എത്രയോ മനുഷ്യർ, എത്രയോ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ വളരെ യങ്സ്റ്റേഴ്സിനേക്കാൾ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുന്നവരുണ്ട്, ആശയങ്ങളുള്ളവരുണ്ട്, അഭിപ്രായങ്ങളുള്ളവരുണ്ട്. അപ്പം നമ്മൾക്ക് ഈ പറഞ്ഞ ജരാനരകൾ ബാധിക്കുന്നു എന്നുള്ളത് ഒരു മനുഷ്യന്റെ കഴിവിനെ കുറയ്ക്കുന്നു, കാഴ്ചപ്പാടിനെ കുറയ്ക്കുന്നു, അവർ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്. ആ ഒരു ഫിലോസഫിയിലേക്ക് എനിക്ക് യോജിച്ചു പോകാൻ സാധിക്കുന്നില്ല. ഇതൊരിക്കലും യുവജനങ്ങൾക്ക് ഭാവി വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം ഒന്നുമല്ല. അപ്പോൾ ഒരു വ്യക്തിയായിരിക്കണം അവിടെ നമ്മൾ അളക്കേണ്ടത്. ആ വ്യക്തിയുടെ പ്രായമോ ഇനി പ്രായം കുറവായതുകൊണ്ട് അതൊരാൾക്കും ഒരു മെറിറ്റല്ല. യുവാവാണ് അല്ലെങ്കിൽ യുവതിയാണ്, യുവജനങ്ങളാണ് എന്ന് പറയുന്നത് ഒരു മെറിറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് നമ്മളുടെ മുതിർന്ന നേതാക്കന്മാരിൽ തന്നെ വലിയ വലിയ രീതിയിൽ വിഷണറീസ് ആയിട്ടുള്ളവരുണ്ട്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ജനപ്രതിനിധികളായിട്ടിരുന്നപ്പോൾ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്നവരുണ്ട്. അപ്പോൾ ആ നേതൃത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായമുള്ളത്. തീർച്ചയായിട്ടും യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ യുവജനതയ്ക്ക് വേണമെന്നുള്ളത് അത് വാസ്തവം തന്നെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വപ്നങ്ങളിൽ ഉറപ്പായിട്ടും വ്യക്തിപരമായ സ്വപ്നങ്ങളോ നേട്ടങ്ങളോ അല്ല, തങ്ങൾക്കൊരു കാര്യം ചെയ്യണം സമൂഹത്തിന് വേണ്ടി, ഞാൻ ജനപ്രതിനിധിയായാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് യുവതലമുറയിൽപ്പെട്ട പലരുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾക്ക്, യുവജനങ്ങൾക്ക് അവസരം കൊടുക്കേണ്ടത് അനിവാര്യതയാണ്. അല്ലാതെ ഒരു പ്രായം കഴിയുന്നത് വരെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും അതിന്റെ നിറം മങ്ങുന്ന കാലം വരെ കാത്തിരിക്കണം എന്ന് പറയുന്ന ഒരു ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ കിട്ടിയത് അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറയുന്ന ആ ഒരു റോട്ടൺ ഫിലോസഫി എടുക്കാതിരിക്കുക. മറിച്ച് നമ്മുടെ പകരം ഈ പറയുന്ന മേഖലകളിലൊക്കെ യുവജനങ്ങളിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ജനപ്രതിനിധികളാണ് എന്ന് ബോധ്യമുള്ള, ഇവരെ കൊണ്ട് നാടിന് ഗുണമുണ്ടാവുമെന്ന് ചിന്തിക്കുന്ന നേതൃത്വത്തിന് അങ്ങനെ ഒരു ചിന്ത ആരെക്കുറിച്ചെങ്കിലും നമുക്ക് സംഘടനാപരമായിട്ടുണ്ട് എങ്കിൽ സംഘടനാപരമായിട്ട് ഇവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നേതൃത്വം. അപ്പോൾ അത്തരക്കാരെ ഉറപ്പായിട്ടും പരിഗണിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. യുവജനങ്ങളെ അവർക്ക് പ്രായം കുറവാണ് എന്നുള്ളതുകൊണ്ട് മാറ്റി നിർത്തപ്പെടരുത്. അതുകൊണ്ടാണ് പ്രായം ഒരിടത്തും ഒരു മാനദണ്ഡമാക്കരുത് എന്നുകൊണ്ട് അത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ പൊളിറ്റിക്സിനകത്ത് റിട്ടയർമെന്റ് വേണോ എന്ന് ചോദിച്ചാൽ അത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറയും, ഉറപ്പായിട്ടും ഞാൻ റിട്ടയർമെന്റ് ഉണ്ടായിരിക്കും. അത് പൊതുപ്രവർത്തനത്തിൽ നിന്ന് എന്ന് പറയുന്നത് എപ്പോഴും പബ്ലിക്കിന് അവൈലബിളായി പൊതുപ്രവർത്തകയായി പൊതുജനത്തിന്റെ ആവശ്യങ്ങൾക്കായി നിലപാടെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പൊതുപ്രവർത്തനം തന്നെ തുടർന്ന് മരണം കിടക്ക വരെയും തുടരണം എന്നൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പൊതുപ്രവർത്തനത്തിന് റിട്ടയർമെന്റ് ഉണ്ടാവുന്ന ഒരാൾ തന്നെയായിരിക്കും. കാരണം എനിക്ക് ആഫ്റ്റർ ദാറ്റ് ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് സഞ്ചരിക്കും. പക്ഷെ അപ്പോഴും ഈ പറയുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾക്കോ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കോ ഒരു അവധി എടുത്തുകൊണ്ടായിരിക്കില്ല ആ യാത്രകളൊന്നും തന്നെ, ആ തീരുമാനങ്ങളൊന്നും തന്നെ. അതുകൊണ്ട് അതൊക്കെ വ്യക്തിനിഷ്ഠമാണ്. അങ്ങനെ ഒരു റിട്ടയർമെന്റ് എത്ര കാലം ജീവിക്കുമെന്നറിയാത്ത നമ്മൾ എന്നാണ് റിട്ടയർമെന്റ് കാലാവധി ഏത് വർഷത്തേക്കാണ് തീരുമാനിക്കേണ്ടത്? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം ഇല്ല. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വാക്കുകൾ കേൾക്കാൻ കേരളത്തിൽ എല്ലാവർക്കും ഇപ്പോൾ താല്പര്യമുണ്ട്. പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പം ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ പറയാറുണ്ട് പുതിയ നമ്മൾ പ്രതീക്ഷയുള്ള ആളുകളെ കുറിച്ച്. അപ്പോൾ ഒക്കെ പല ചോദ്യങ്ങളും ചോദിക്കും, എവിടെയാണ് വീട്, എന്താണെന്നൊക്കെയുള്ള. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, മലയാളികൾക്ക് വേണ്ടി നാട്, വീട്, കുടുംബം അതൊന്ന് ലഘുവായിട്ടൊന്ന് വിശദീകരിക്കും. എൻ്റെ നാട് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ്. അടൂർ സ്വദേശിയാണ്. വീടവിടെയാണ്. അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനുമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. അപ്പോൾ എനിക്ക് മൂത്ത രണ്ട് ചേട്ടന്മാരാണുള്ളത്. എൻ്റെ അച്ഛൻ CRPF നിന്ന് റിട്ടയർഡ് ആയതാണ്. അമ്മ ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു, റിട്ടയർഡാണ്. അമ്മ പഠിപ്പിച്ച സ്കൂളിൽ നിൽക്കുന്ന അതേ ഡിവിഷനാണ് പള്ളിക്കൽ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ പള്ളിക്കൽ പഞ്ചായത്തിലാണ് അമ്മ പഠിപ്പിച്ചത്. അമ്മ അവിടെ 32 വർഷക്കാലം അധ്യാപികയായിരുന്നു. അപ്പോൾ അതാണ് അമ്മയും അച്ഛനും. ഏറ്റവും മൂത്ത സഹോദരൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകനാണ്. രണ്ടാമത്തെ സഹോദരൻ മെഴ്സിഡസ് ബെൻസിലെ സീനിയർ സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് ആണ്. സ്വീഡനിലാണ് വർക്ക് ചെയ്യുന്നത്. വൈഫുണ്ട്. വൈഫ് അച്ഛൻ്റെ പേര് ശശിധരൻ ഉണ്ണിത്താൻ, അമ്മ ഗിരിജാദേവി അമ്മ. എൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ ഹരീന്ദ്രനാഥ്, രണ്ടാമത്തെ ആള് ശ്രീനാഥ് ഉണ്ണിത്താൻ. പിന്നെ ചേട്ടൻ്റെ ഭാര്യയുടെ പേര് ഗൗരി എന്നാണ്, ഗൗരി എം നായർ. ഗൗരി ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്, പാൽക്കുളങ്ങരയാണ് വീട്. ഗൗരിയുടെ അച്ഛൻ ISROയിലെ ഡെപ്യൂട്ടി മാനേജറായിരുന്നു, ഡെപ്യൂട്ടി GM ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മോഹനൻ നായർ എന്നാണ്. വൈഫ് ഗൗരിയുടെ അമ്മ നമ്മുടെ വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസറാണ്, ഡോക്ടർ മഞ്ജു എന്നാണ് പേര്. ഗൗരിക്ക് ഒരു അനിയത്തിയുണ്ട്, മീര UK-യിലാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോൾ ഫാമിലി. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ഒരു ഹാപ്പി പിൽ വീട്ടിലുണ്ട്, കുഞ്ഞാണ്. ചേട്ടന് ഇപ്പോൾ 1 വയസ്സായിട്ടില്ല, കുഞ്ഞുണ്ട്. അവന്റെ പേര് ഓംകാര വിക്രം ശ്രീനാഥ് എന്നാണ്.
അപ്പോൾ ഇതാണ് കുടുംബം. അപ്പോൾ ഏതായിരുന്നാലും ഞങ്ങൾ ആയിട്ട് കുറേ ആശയങ്ങൾ പങ്കുവച്ചു. ഇത് മലയാളിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തുവിടും. അപ്പോൾ വളരെ സന്തോഷം. ഇനി രാഷ്ട്രീയത്തിൽ നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. നമ്മൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു രാഷ്ട്രീയ നേതാവായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.